നമസ്കാരം, എൻ്റെ പേര് സോണി. ബൊട്ടിക് ടിപ്സിൻ്റെ 52ാമത്തെ പാർട്ടാണ്. ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഫോട്ടോ എംബ്രോയിഡറിയെ കുറിച്ചാണ്. ഫോട്ടോ എംബ്രോയിഡറി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമതായിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോ എംബ്രോയിഡറി. അത് നമുക്ക് ഏത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഞാൻ ഇന്ന് പറയുന്ന ടോപ്പിക്ക് ബിൽറ്റിനായിട്ട് മെഷീനിൽ തന്നെയുള്ള ഒരു ഫീച്ചറിനെ കുറിച്ചാണ്. പേൾ എന്ന് പറയുന്ന ബ്രാൻഡ് മെഷീനിൽ നമുക്ക് ഫോട്ടോ എംബ്രോയിഡറി എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് നമുക്ക് പോർട്രേറ്റ് പോലുള്ള ഇമേജസ്, അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലത്തെയുള്ള ഫോട്ടോകൾ, അങ്ങനത്തെ ഫോട്ടോസ് നമുക്കിപ്പോൾ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഹാഫ് സൈസ് ഒരു ഫോട്ടോ, അതുപോലെയുള്ള പിക്ചറുകളിനെ നമുക്ക് മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഫോട്ടോ എംബ്രോയിഡറി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഈ മെഷീനിൽ നമുക്ക് പുതിയൊരു ടെക്നോളജി ആണ്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ എംബ്രോയിഡറി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഒരു ഫോട്ടോ USB-യിലാക്കിയിട്ട് നമുക്ക് മെഷീനിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എംബ്രോയിഡറി ആയിട്ട് വന്നോളും. അപ്പം വേറെ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിക്കണമെന്നോ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്കില്ല. നമുക്ക് ഇതിലിപ്പോൾ ഇത് ചെയ്യുന്നത് ഞാൻ കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട്. ശരിക്കും 4 കളർ കൊടുത്തിട്ടാണ് ഈ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഫുൾ ഫിനിഷ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം. നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് പല രീതിയിലുള്ള ഇമേജസ് ഇതുപോലെ ഫോട്ടോ എംബ്രോയിഡറി മാറ്റാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി നമുക്ക് ഒരു അഡീഷണൽ സോഫ്റ്റ്വെയറിൻ്റെ യൂസോ ഒന്നും ആവശ്യമില്ല. ഇത് മെഷീനിൽ തന്നെയുള്ള ബിൽറ്റിൻ ഫീച്ചറാണ്. നമ്മൾ ഒരു ഇമേജിനെ നമ്മൾ പെൻഡ്രൈവിലാക്കിയ ശേഷം ഇത് നമ്മൾ മെഷീനിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് 1-2 സ്റ്റെപ്പുകളിൽ കൂടെ 4 കളറിലുള്ള ഒരു ഫോട്ടോ എംബ്രോയിഡറിക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫോട്ടോയിനെ എംബ്രോയിഡറി ആക്കാൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അല്ലാതെയുള്ള നെക്ക് ഡിസൈൻസോ അല്ലാതെയുള്ള മറ്റ് എംബ്രോയിഡറി ഡിസൈൻസോ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മാതിരി നമുക്ക് അതിനായി സോഫ്റ്റ്വെയറിന് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അത് ഉപയോഗിച്ചിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. നമുക്ക് ഈ ഒരു ഫോട്ടോ എംബ്രോയിഡറി ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ടീഷർട്ട് അങ്ങനെയുള്ള ഏത് ഫാബ്രിക്കിലോ അല്ലെങ്കിൽ നമുക്ക് ഫ്രെയിം ചെയ്തിട്ട് ഈ ഫോട്ടോ എംബ്രോയിഡറിനെ ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു സെയിൽസ് പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് നല്ലൊരു ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ പലരും ഈ ഒരു രീതിയിലുള്ള വരുമാനം ഉപയോഗിച്ചിട്ട്, ഈ രീതിയിലുള്ള ഫോട്ടോ എംബ്രോയിഡറിയുടെ വരുമാനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു അഡീഷണൽ ഏണിങ്സോ അല്ലെങ്കിൽ ഇത് തന്നെ ഒരു മെയിൻ ഇൻകമായിട്ടോ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഈ മെഷീനിൽ പല രീതിയിലുള്ള ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോട്ടോ എംബ്രോയിഡറി മാത്രമല്ല, ഇത് ഒരു അഡീഷണൽ ഫീച്ചറാണ്. അതുകൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇതുപോലെ ഇനി ഇങ്ങനത്തെ മൾട്ടി നീഡിൽ മെഷീനിലും സിംഗിൾ നീഡിൽ മെഷീനിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഇനിയും പുതിയ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.